ഒന്നും ചെയ്തിട്ടില്ല. 3 കുട്ടികളുണ്ട്. അവരൊക്കെ നോക്കി നല്ല രീതിയിൽ ജീവിച്ചു പോകാനാണ്. ഈ ബിസിനസ് പരിചയപ്പെട്ട ഒരു സാധാരണ വീട്ടമ്മയുടെ എല്ലാ ലിമിറ്റേഷനും ഉണ്ടായിരുന്നു ഈ ബിസിനസ് കേട്ടപ്പോൾ. അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും അവിടെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ ചേർത്ത് നിർത്തി ഇന്ന് ഏകദേശം 4 വർഷമായിട്ട് ഇതിന്റെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്ത സാറിനും ജുനൈസ് സാറിനും ചില സമയത്ത് നമ്മളൊക്കെ സഹിച്ചതിന് ഇന്നാണ് അതൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അത് ഡിഗ്രി കോഴ്സ് പോലെ എന്നെ ഏറ്റെടുത്ത് ചെയ്തു നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നു. വീണ്ടും ഞങ്ങളോട് പറഞ്ഞ ഇസ്മായിൽ സാറിന്റെ ദിവസത്തിന് നന്ദി അറിയിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഈ വിജയത്തിന് മുന്നിൽ ശക്തമായിട്ട് അതിനുള്ള പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് വീട്ടമ്മമാരുണ്ട് എന്നോട് പറയാനുള്ളത്. ഈ ബിസിനസ് ഞാൻ കേൾക്കുമ്പോൾ ഈ ബിസിനസ് എങ്ങനെ നിന്ന് മാറി നിൽക്കാൻ പറ്റും അത്രയും കാരണങ്ങൾ എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു 4 ക്ലാസ് പഠിക്കുന്ന ഒരു മോനുണ്ടായിരുന്നു. 3 വയസ്സായ കുട്ടിൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പ്രായമായ ഒരു ഉമ്മ ഞങ്ങളോട് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നില്ല. ഇതിനപ്പുറം എന്തെങ്കിലും വേണോ അതിനെ കൊണ്ട് പറ്റാതെ കാരണം നമുക്ക് പുറത്തിറങ്ങി ഒരു എക്സ്പീരിയൻസും ഇല്ല. എന്നും ഞാൻ ഒറ്റക്കര കടയിലൊന്നും പോകാറില്ല. അതിനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് ഇന്ന് ഈ ബിസിനസ് ഏറ്റെടുത്ത് ശക്തമായിട്ട് ചെയ്തപ്പോ ഒരു പക്ഷെ ഒരു പ്രോഡക്റ്റ് പോലും ഒരാളുടെ മുന്നിൽ പോയിട്ട് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഇന്ന് 1 കോടിക്ക് മുകളിൽ ബിസിനസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ മനസ്സിലാക്കിയത് ബിസിനസിന് കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ അലർജി പ്രശ്നങ്ങൾ അതിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും ഈ ബിസിനസ്സിന് ഷമീറ മാഡത്തിന് കൂട്ടായിട്ട് ട്രെയിനിങ് കേൾക്കാൻ എന്റെ ഹസ്ബൻഡിനെ സമ്മതിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതിനെ കേട്ട് മനസ്സിലായപ്പോൾ ഞാൻ എപ്പോഴും എന്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് 3 ആൺകുട്ടികളാണ്. ഞാൻ മനസ്സിലായത് ഹസ്ബൻഡ് പ്രവാസിയായിട്ട് പക്ഷെ പൈസ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും ഒരു ATM മെഷീൻ എന്റെ മക്കൾക്ക് വേണ്ടത്. അതൊരു ചെറു പ്രായം പോലെ ഞാൻ കണ്ടില്ല. ഇപ്പൊ 17 വയസ്സായി. ഇന്ന് ഞങ്ങൾ വീട്ടിൽ വിളിച്ചു അത് തരുന്നില്ല അല്ലെ. പെൺകുട്ടികളാണെങ്കിലും ഇതിലേക്ക് എന്തിനാണ് പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രയാസമൊക്കെ പറ്റും. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റും. അപ്പൊ ഒരു ATM മെഷീൻ എല്ലാം മക്കൾക്ക് വേണ്ടത്. ഇവിടെ നിൽക്കാം, ഇവിടെയും ജോലി ചെയ്യാം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു ഫർണിച്ചർ ഫീൽഡ് ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ഒരു BCom ഡിഗ്രി ഒക്കെ പാസ്സായിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 ജോലി ചെയ്താൽ ഇന്ന് അദ്ദേഹം ഗൾഫിലുള്ള അതിലപ്പുറം ഞങ്ങൾക്ക് ജീവിക്കാൻ വന്നിട്ട് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ കാണുന്നത് ഞാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് ദൈവത്തിന്റെ ഭാഗ്യമെന്നോ അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥനയൊക്കെ ഒരു ഉത്തരമായിട്ട് ഒന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ ഹസ്ബൻഡിനെ എനിക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി ഭൂമിയിലുണ്ടെന്ന് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇത് ശക്തമായിട്ട് ഇൻഡസ്ട്രി ഏറ്റവും ചെയ്യുന്നു. ഒരു പക്ഷേ ഈ ബിസിനസ്സിലെ തുടക്കത്തിൽ 1-2 വർഷമായപ്പോൾ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ ആരുണ്ടായിരുന്നു. ഇന്ന് 2 ഓർഗനൈസേഷൻ ഒരുപോലെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് അത് യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും അതല്ലെങ്കിൽ പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൻഡസ്ട്രി ബിസിനസ് ചെയ്തു. അപ്പൊ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പക്ഷെ 4 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വിജയം ഇത്ര സമയം വേണ്ട ഇവിടെ നമ്മോട് ഞങ്ങൾക്ക് യഥാർത്ഥ ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യാൻ ഇത്ര വർഷം പോയിട്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തോട് പോയിട്ട് ഈ ഇൻഡസ്ട്രി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ് പ്രതിസന്ധികൾ ഒരുപാടുണ്ടാവും. ഇവിടെ ഞാൻ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളും ഇദ്ദേഹത്തിന് 19 വർഷം ഞാൻ ജീവിക്കുന്നത് ഒരു പ്രയാസങ്ങളും എന്റെ വീട്ടിലും ഇദ്ദേഹത്തിന്റെ വീടുകളും ഞാൻ അനുഭവിച്ചില്ല. പക്ഷെ ഈ ബിസിനസ് ഞങ്ങൾ ഫുൾ ടൈമായിട്ട് ഏറ്റെടുത്തപ്പോൾ ഏതൊക്കെ പ്രതിസന്ധികളെ പ്രത്യേകിച്ച് ഫിനാൻഷ്യലി എല്ലാ രൂപത്തിലും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്ന് ടീമൊക്കെ സെറ്റായിപ്പോൾ സേഫ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയുമ്പോൾ ഇതിന്റെ അവസരം കേട്ട് മനസ്സിലാക്കാം. ഒരു ആവേശത്തിന്റെ പുറത്ത് ഇറങ്ങി പുറപ്പെടാതെ ഒന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കും. ഒന്ന് പഠിച്ച് മനസ്സിലാക്കാൻ തീരുമാനിക്കും. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് പറയണം. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. മക്കൾ